ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഞങ്ങൾ കുഞ്ഞാൻ്റെ പോർക്ക് പോകുന്നത്. കുഞ്ഞാന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ പെങ്ങളായിരിക്കും പോകുന്നത് ഞാൻ, ജുബി, കുബ്രമ്മായി, ഷേതമ്മായി, ബൽക്കി, ഷബ, അങ്ങനെ കുറേ ആൾക്കാർ. ഞങ്ങൾ എൻ്റെ ഫാമിലിയിൽ തന്നെ കുറച്ച് ആൾക്കാർ പ്ലാൻ ആക്കിയിട്ട് പോകുന്നത്. പിന്നെ പൊജ്ജിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് പോകാറിഞ്ഞിട്ട്, ഒരു വണ്ടി ഷേതമ്മായി എടുക്കും, ഒരു വണ്ടി പൊജ്ജി എടുക്കും. ഷേതമ്മായും കുബ്രമ്മായിനെ ഞാൻ കുറേ മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞു. അടുത്ത് തന്നെയുള്ള കുഞ്ഞാൻ്റെ മരുമക്കൾ. പിന്നെ ജുബീനെ എല്ലാവർക്കും അറിയാം, എൻ്റെ ആപ്പാൻ്റെ മോള്. പൊച്ചി എൻ്റെ മൂത്താൻ്റെ മരിയോള്, അസലിൻ്റെ ഉള്ളിൽ തന്നെ പൊച്ചി. പിന്നെ ഷെബ എൻ്റെ വേറൊരു ആപ്പാൻ്റെ മോള്. ഞങ്ങൾ പോകുന്നത് കാസർഗോഡ് തന്നെ കോട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കാരണം ഞങ്ങളൊരു കുഞ്ഞുണ്ട്, ഉപ്പാൻ്റെ പങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞാൻ്റെ മോള് ഇർഫാന പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്കൊരു ബേബി ഷവർ സർപ്രൈസായിട്ട് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഷെബ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് കാറിൽ കയറി പോകാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് കോട്ടിക്കുളത്തേക്ക്. ഞങ്ങൾ വരുന്നതെന്ന് കുഞ്ഞാനോട് പറഞ്ഞിരുന്നു, പക്ഷേ ഇങ്ങനെ ഫാനാക്കി ഇങ്ങനെ ബേബി ഷവർ ചെയ്യാനെന്നൊന്നും പറഞ്ഞിട്ടാ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇർഫാന കുഞ്ഞാൻ്റെ മോള്, മിസ്രി കുഞ്ഞാൻ്റെ മരിയോള് ഒരു പിന്നെ പായസം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പായസം എല്ലാവരും കുടിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനിയുള്ള ആൾക്കാരാണ്. ഇനിയുണ്ട് കുറച്ച് ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ തന്നെ നല്ല കമ്പനി ആയിട്ടുള്ള, ഇന്ന് വരാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. സെബിദ് ബാബി ചെറിയ കുഞ്ഞായതുകൊണ്ട് വന്നിട്ടാണ്. ഞങ്ങൾ എന്നെ കെബീറിൻ്റെ വൈഫ് അൻഷി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അൻഷിക്ക് വരാൻ കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ വരാത്തുണ്ട്. ഞങ്ങൾ കുറേ ആയി ഇത് പ്ലാൻ ചെയ്തിട്ട്. എന്തായാലും ഇപ്പോൾ വന്ന് ഇപ്പോൾ ഞങ്ങൾ ഇർഫാനൊക്കെയുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്ക് ഫുഡെല്ലാം കൊണ്ടുവന്നപ്പോൾ ഡ്രസ്സ് ഞങ്ങൾ മിസ്സായി. അപ്പോൾ അതുകൊണ്ട് കോട്ടികൾ തന്നെ വന്നിട്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിടുന്ന തന്നെ. ഞാൻ സവാദിനും ദുൽഖറിനും ഷഫാനും ചുപ്പാനെല്ലാം കൂട്ടിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വരുമ്പോൾ വരുന്ന പറഞ്ഞപ്പോൾ ഒന്നിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നത് ഇവിടുന്ന് എല്ലാവരും കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മന്തി കൊണ്ടുവന്നത്. അപ്പോൾ ഈ മന്തി ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ഞങ്ങൾ തന്നെ ഫാമിലിയിലത്തെ സത്താർച്ചാൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ചിരണി വ്ളോഗും മറ്റു വ്ളോഗെല്ലാം കണ്ട ആൾക്കാർക്ക് അറിയാം. ഞങ്ങളെ ഫാമിലിയിലത്തെയും എല്ലാം നാട്ടിലത്തേക്ക് ഏകദേശം ഫംഗ്ഷൻ എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്യുന്ന സത്താർച്ചാൻ്റെ അടുത്ത് തന്നെ നല്ല ഫുഡ് ഓർഡർ. ആദ്യം പിള്ളേർക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മന്തിയെല്ലാം വിളമ്പാൻ തുടങ്ങി. പിന്നെ ഇത് വൈകുന്നേരത്തേക്കുള്ള അപ്പങ്ങളെല്ലാം കുഞ്ഞാവും ഇർഫാനാവും മിസ്രിയും കൂടി ഉണ്ടാക്കിയതിന്. കായ് കാച്ചിയ സമൂസ, മുട്ടപ്പം, കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കിയതിന്. വൈകുന്നേരത്തെ ചായ ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടം സമൂസ കായ് കാച്ചിയെല്ലാം. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് ചായ റെഡിയാക്കി. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടാവേ. ഞങ്ങൾ എന്ത് ഉണ്ടാക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് കേട്ടിട്ട് ഇർഫാന ഞാൻ വരുന്ന പറഞ്ഞ് മുമ്പേ എല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ സമൂസ ഇങ്ങനത്തെ എല്ലാം. അങ്ങനെ ഞങ്ങളും പിള്ളേരും കുഞ്ഞാവും ഫാനാവും എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒന്നിച്ചിട്ട് ചായ കുടിക്കാൻ കഴിഞ്ഞ്. ഫാന 2ാമത്തെ പ്രഗ്നൻറ്റ്. ഫാനൻ്റെ ഫസ്റ്റ് ഒരു പെണ്ണ് കുഞ്ഞ് സിദ്രു, തന്നെ ഫാന. ബാക്കി ഞങ്ങൾ വന്ന ആൾക്കാരെല്ലാം എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കാനിരുന്ന്. എൻ്റെ ബാക്കിൽ കാണുന്ന അതന്നെ കുഞ്ഞാ. അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ടുള്ള തുടങ്ങാമെന്ന് വിചാരിച്ച് കേക്കെല്ലാം മുറിക്കുക. ഫാനക്ക് ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് ബേബി ഷവർ തന്നെ കുഞ്ഞു രീതിയിൽ സെലിബ്രേറ്റ് ആക്കാൻ അറിഞ്ഞിട്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയത് ബൽക്കി, അതെല്ലാവർക്കും അറിയാം. അല്ല നമ്മളെ പുരയിലത്തെയും നമ്മളെ ഫാമിലിയിലത്തെയും ഞങ്ങൾ ആ നാട്ടിലത്തെ ഏകദേശം എല്ലാ ഫംഗ്ഷനും കേക്ക് ഉണ്ടാക്കുന്ന ബൽക്കി തന്നെ. ഫാമിലിയിലത്തെ എല്ലാത്തിനും ബൽക്കി തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ ഫാനക്കുള്ള കേക്ക് ബൽക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് നല്ല ക്യൂട്ട് കേക്ക്. അങ്ങനെ ഫാന ബേബി ഷവറിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്ന് ഞങ്ങൾ എല്ലാവരും പിന്നെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ തുടങ്ങി. ഞാനും ഫാനാവും ജുബിയും ചെറുപ്പത്തിലേ ഒന്നിച്ചിട്ടുണ്ടായത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ വന്ന എല്ലാവർക്കാരും കുഞ്ഞാവും ഫാനാവും എല്ലാവരും കൂടിയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത്. ഇത് ഞങ്ങൾ കുബ്രമ്മായി, ഷേതമ്മായി, ഞാൻ, ഫാന, ജുബി, പൊച്ചി, ബൽക്കി ഞങ്ങൾ എല്ലാവരും നിന്നിട്ടുള്ളൊരു വീഡിയോ എടുത്തിങ്ങനെ. നല്ല രസമുണ്ടായിന് കേട്ടോ. ഫാന നല്ല സർപ്രൈസ്ഡ് ആയിന്. കാരണം ഫാന ഒട്ടും പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇങ്ങനെയെല്ലാം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നതും. പിന്നെ ഫാനാവും സിദ്രുവും ഒന്നിച്ച് നിർത്തിയിട്ട് ഇത് ഫാനാൻ്റെ മോള് ഒരു കേക്കെല്ലാം മുറിക്കുന്ന വീഡിയോ എല്ലാം എടുത്ത്. നല്ല രസമുണ്ടായിന്. ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത്. വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വന്നത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കുഞ്ഞാൻ്റെ വേറൊരു മോന് ഇല്യാസിൻ്റെ പുരയിൽ കയറി. അവർക്ക് ഫ്ലാറ്റാണ്, അവിടെ കയറി. അപ്പോൾ ഇല്യാസിൻ്റെ വൈഫ് അനീസ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നത്. അനീസ എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ ഏകദേശം മുണ്ടെന്ന് എൻ്റെ നല്ല ഫ്രണ്ട്. അപ്പോൾ ഇല്യാസ് ഞങ്ങൾക്ക് ഫുഡെല്ലാം കൊണ്ടുവരിച്ചു അപ്പോൾ തന്നെ. അപ്പോൾ അത് ഫുഡെല്ലാം കഴിക്കാൻ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഇല്യാസിന് ഇത് 3ാമത്തെ കുഞ്ഞ്. മൂത്തത് 2 ഇപ്പോഴത്തെ ആണെന്നെ. ഇതന്നെ ഇപ്പോൾ പോയതന്നെ ഇല്യാസിൻ്റെ ഒരു മോന്. ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാനായിട്ട് ഇരിക്കാൻ കഴിഞ്ഞ്.
ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് ഇന്ന് കുഞ്ഞാൻ്റെ അടുക്ക് പോയി. അതിൻ്റെ കുഞ്ഞാൻ്റെ അവിടെ നിന്ന് ഫുൾ എൻജോയ് ആക്കി കുറേ ലേറ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ഇല്യാസിൻ്റെ മൂത്ത മോന്. കുഞ്ഞാൻ്റെ മോനെ കാണിച്ചത് തന്നെ ഇല്യാസ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫുള്ള് ഡേ പുറത്ത് തന്നെയായി എൻജോയ് ആക്കി. വരുന്ന വഴിയിൽ ബീച്ചിലെല്ലാം പോകണമെന്ന് പറഞ്ഞതിന് സമയമൊന്നും കിട്ടിയിട്ട. കുഞ്ഞാൻ്റെ അവിടെ പള്ളിക്കര അങ്ങോട്ടെല്ലാം ഭാഗത്തായി കുഞ്ഞാൻ്റെ പോരാ. അപ്പോൾ ആടെല്ലാം ബീച്ചെല്ലാം ഉണ്ട് പോകുന്നെങ്കിലെല്ലാം. പക്ഷേ നമുക്ക് സമയം ഉണ്ടായിട്ടാണ് കുറച്ച് ലേറ്റായി ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ. ഇത് എനിക്ക് വേണ്ടിയിട്ട് അനീസ കുറച്ച് വീഡിയോസെല്ലാം എടുത്തത് അയച്ചു തന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ആക്കിയിട്ട് ഞാൻ ഇട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു. പിള്ളേരെല്ലാം താഴെയിരുത്തി ഞങ്ങളെല്ലാം കഴിക്കാനിരുന്ന്. ഇല്യാസ് അപ്പോഴത്തേക്ക് ആദമോനെടുത്ത് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫ്രൈഡ് ചിക്കനും പെപ്സിയും എല്ലാം ഉണ്ടായത്. അപ്പോൾ അനീസാനെ കാണിച്ചു തരാം. ഇതന്നെ അനീസ, കുഞ്ഞാൻ്റെ മരിയോള്, മൂത്ത മരിയോള്. രണ്ടാമത്തെ മരിയോള് മിസ്രി ആയിരുന്നു അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ കുഞ്ഞാൻ്റെ അവിടെ. പക്ഷേ പ്രൈവസി മാനിച്ചിട്ട് ഞാൻ മിസ്രീനെ കാണിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ പിരിഞ്ഞ് നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്ത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇർഫാനെ തൊട്ടിലോട്ടെല്ലാം ഞങ്ങൾ പോയതിൻ്റെ വീഡിയോയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. ഇർഫാനെ കാണും കുഞ്ഞായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ കുറേ ലേറ്റായിപ്പോയി. ഞാനും ബൽക്കും ചുപ്പിയും ഞങ്ങൾ ഒന്നിച്ചിട്ട് പോയത്. അപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ടായിന്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് ഇങ്ങനെ തൊട്ടിലിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇത് പാക്കറ്റ് കൊടുക്കും. അപ്പോൾ അത് കാണിക്കാറ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ പാക്കറ്റിൽ പിള്ളേർക്ക് വേണ്ട സാധനങ്ങളും പൈസ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാക്കറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാം. ഈ പാക്കറ്റിൻ്റെ കവറിൽ ഇങ്ങനെ കുഞ്ഞിൻ്റെ ആ പേരും തൊട്ടിലിട്ടുന്ന ഡേറ്റും എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആദമിനും സൈനിനും രണ്ടാക്കും കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ്. പിള്ളേർക്ക് കൊടുക്കൽ എല്ലാ പോലത്തെ പിള്ളേർക്ക് കൊടുക്കും. അപ്പം ഞാനും മംഗലം കയ്യോളം ഇങ്ങനത്തെ പാക്കറ്റ് ഇട്ടിന്. ഇപ്പോൾ മക്കൾക്ക് കിട്ടാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ സെന്നുവിൻ്റെ ഓനെ കൊണ്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആദമിൻ്റെ ഓനെന്നെ എടുത്തത്. ഇപ്പോൾ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിള്ളേർക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല എനിക്ക് മംഗലം കഴിയുന്നവരെ കിട്ടീനിത്. അപ്പോൾ ഒരു പാങ്ങനെ ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇതിൽ പൈസ കിട്ടുമ്പോൾ ഭയങ്കര നമുക്കൊരു സന്തോഷം. ഓരോരുത്തർ ഓരോ രീതിയിലായിട്ടും പാക്കറ്റ് ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് ഇപ്പോൾ ഇതിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നുള്ളത് പാത്തുവിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. പാത്തുവിൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയിന്. പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ നിച്ച വരുന്നുണ്ട് പാത്തുവിൻ്റെ ഉപ്പ. അതും കൊണ്ട് അന്ന് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനെല്ലാം ചെയ്തത് അബീബ, ഞങ്ങൾ പങ്ക. അപ്പോൾ അബി നല്ല ക്യൂട്ടായിട്ടെല്ലാം ചെയ്തത്. അപ്പോൾ ഇച്ച കൂടെ ആ സമയത്ത് തന്നെ വന്നത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് ഇച്ച സൈനക്കും ആദമിനും കൊണ്ടുവന്ന സാധനങ്ങൾ. പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയല്ല ഇങ്ങനെ പൊട്ടിക്കലും ദുബൈയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതെല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ ഒരു ഓർമ്മയ്ക്ക് ഇതെല്ലാം ഇരിക്കട്ടെ പിന്നെ കാണിക്കാനെന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചത്. പിന്നെ ഇത് ഇച്ച ആദമിനും കൊണ്ടത് ആദമിനും ഇവാനും, പക്ഷേ കളിക്കുന്നുള്ളത് പാത്തും സൈനും. അപ്പോൾ അതും ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചത്. അവർക്ക് പിള്ളേർക്ക് കളിക്കാനായിട്ട് കൊടുത്തപ്പോൾ ഇതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ച വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് പുറത്തെല്ലാം പോയിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മാലക്ക് ദിനാറ് പള്ളിയിൽ പോകുമ്പോൾ അന്നെടുത്ത വീഡിയോ ഇത്. പിള്ളേരും ഞങ്ങൾ ഉമ്മ അബി എല്ലാവരായിട്ട് പോയത് ഇച്ച ബുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തളങ്കര ബീച്ചിലേക്കെല്ലാം പോയി. നല്ല രസമുണ്ടായിന്. ആദമും ഇവാനും എല്ലാം നല്ല എൻജോയ് ആക്കി. പാത്തും സൈനും ഫുള്ള് വെള്ളത്തിൽ കളിച്ചത് തന്നെ. പിന്നെ ആദമിനും ഇവാനിനും കുറച്ച് സമയം വിട്ട് നടക്കാനെല്ലായിട്ട് ഓർ പാഞ്ഞ് കളിക്കാൻ തുടങ്ങി. പിന്നെ സെയിനും പാത്താണെങ്കിലും കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായി. അപ്പോൾ അതിലെല്ലാം കുറേ സമയം കളിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തു. അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയെല്ലാം.
നല്ലൊരു ഫാമിലി ഔട്ടിംഗ് ആയിരുന്നു അന്ന്. റാഷിനെ നല്ലോണം മിസ് ചെയ്ത് എപ്പം പറയുന്ന പോലെ. എല്ലാം റാഷിയും കൂടി ഉണ്ടെങ്കിൽ അത്രയും ഹാപ്പി ആയേനെ, അത്രയും എൻജോയ് ചെയ്തേനെ. പക്ഷെ എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. റാഷിക്കെല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം അയച്ചു കൊടുത്തു അപ്പോൾ തന്നെ. റാഷി വന്നിട്ടും ഇങ്ങനെ പോകാനൊക്കെ ആയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.